നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ആനപ്പെരുമകൾ വാഴ്ത്തിപ്പാടി ഗജദിനാഘോഷം. രാജ്യത്തെ ഏറ്റവും വലിയ ആന ചികിത്സാ ആശുപത്രി എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിന് ആനവലുപ്പത്തേക്കാൾ വലിയ അനാസ്ഥ. സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിട്ടും ഒഴിഞ്ഞുമാറി എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ട്രസ്റ്റിന്റെ നടത്തിപ്പിൽ കടുത്ത അഭിപ്രായ ഭിന്നതയുമായി ഒരു വിഭാഗം ആനയുടമകൾ. ആനക്ഷേമം അട്ടിമറിക്കപ്പെടുന്നു ചിറ്റണ്ടയിൽ. വയനാട് ദുരന്തത്തിന്റെ പേരിൽ തൃശൂരിന്റെ പുലിക്കളി അട്ടിമറിക്കരുതെന്ന പുലിസ് അംഗങ്ങൾ. ഒരുക്കങ്ങൾ പകുതിയിലേറെ പൂർത്തിയായതിനാൽ നഷ്ടം ലക്ഷങ്ങളുടേതാണെന്ന വെളിപ്പെടുത്തൽ. പുലിക്കളി മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താൻ അനുമതി നൽകണമെന്നും ആവശ്യം. പുലിക്കളി സംഘങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകി. കുമ്മാട്ടിക്കളി നടത്തുമെന്ന കുമ്മാട്ടി സംഘങ്ങൾ. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ രാജ്യവ്യാപക പ്രതിഷേധം. KGMCTA, PG അസോസിയേഷൻ, ഹൗസ് സർജൻ അസോസിയേഷനുകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. മുളങ്ങുന്നത്തുകാവ് സർക്കാർ മെഡിക്കൽ കോളേജിലും പ്രതിഷേധ സാഗരം. KGMCTA സംസ്ഥാന കമ്മിറ്റി മുൻ പ്രസിഡന്റ് കവിത രവി ഉദ്ഘാടനം ചെയ്തു. RG കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രാജിവെച്ചു. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ആംബുലൻസുകൾക്ക് ക്യൂ സിസ്റ്റം കൊണ്ടുവരണമെന്ന ആവശ്യം. വ്യാജ ടാക്സികളെ നിയന്ത്രിക്കണമെന്ന CITU, ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിൽ. ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം KS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും പെരുമഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 16 വരെ മഴ ജാഗ്രത. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ കാട്ടാന ശല്യം നേരിടുന്നതിൽ അധികൃതർ വമ്പൻ പരാജയമെന്ന ആരോപണം. MLA ജനകീയ വഞ്ചന നടത്തുകയാണെന്നും കുറ്റപ്പെടുത്തൽ. ഉന്നതതല യോഗ തീരുമാനപ്രകാരം ഹോട്ട്സ്പോട്ടുകൾ പോലും കണ്ടെടുക്കാനാകാത്തത് ഗുരുതര വീഴ്ച. MLA ഓഫീസിന് മുൻപിൽ കോൺഗ്രസിന്റെ നിൽപ്പ് സമരം. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണത്തിന്റെ നിറധന്യതയിൽ ക്ഷേത്രങ്ങൾ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന. കുമാരി പൂജയും ലക്ഷ്മി കല്യാണവും നടന്നു. മുണ്ടത്തിക്കോട് മാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ. വയനാട് ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടവർക്ക് സ്നേഹകരുതലേകി വടക്കാഞ്ചേരി നഗരസഭയിലെ മിനാലൂരിൽ മതമൈത്രി തട്ടുകട. ഒരു നാടൊന്നാകെ ജാതിമത ഭേദമില്ലാതെ കൈകോർത്തു വയനാടിനായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വീണയൻ ന്യൂസ് വാർത്താകരുത്തിൽ കാഴ്ചപരിമിതിയുള്ള ലോട്ടറി കച്ചവടക്കാരന് കാരുണ്യ പ്രവാഹം. സാമൂഹ്യ വിരുദ്ധരുടെ തട്ടിപ്പിനിരയായ എങ്കക്കാട് സ്വദേശി കുഞ്ഞുമോന് മനം നിറയെ സന്തോഷം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഷ്ടപ്പെട്ട ലോട്ടറിയുടെ മൂല്യത്തിനുള്ള തുക നൽകി. എങ്കക്കാട് സ്വദേശിയും കുഞ്ഞുമോന് സഹായം കൈമാറി. പ്രതികൾ കാണാമറയത്ത് തന്നെ. സഹകരണ രംഗത്തെ മികവിന്റെ കൂട്ടുകാർ ഒരുക്കിയ ആദരണ ചടങ്ങ്. പ്രതിഭകൾക്ക് സമാനതകളില്ലാത്ത അംഗീകാരം. അത്താണി പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് എക്സലൻസ് അവാർഡ് സമർപ്പണം. സേവർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കരുത്തിന് സർക്കാർ നടപ്പിലാക്കുന്നത് സമാനതകളില്ലാത്ത മുന്നേറ്റ പ്രവർത്തനമെന്ന സേവർ ചിറ്റലപ്പള്ളി MLA. മണലാരണ്യത്തിൽ ജീവിത വിജയ പോരാട്ടം നടത്തുമ്പോഴും സ്വന്തം നാടിനെയും അവിടുത്തെ ദുരിതബാധിതരെയും നെഞ്ചോട് ചേർത്ത പ്രവാസി കൂട്ടായ്മ വടക്കാഞ്ചേരി സൂർ സംഘം. സംഘടനയുടെ ജീവകാരുണ്യ സാമ്പത്തിക സഹായ പദ്ധതി സ്വാന്തനം വഴി 10 ലക്ഷം രൂപ വിതരണം ചെയ്യും. അർബുദ ബാധിതരുടെ കണ്ണീരൊപ്പാൻ പ്രത്യേക പദ്ധതി. ഓഗസ്റ്റ് 14 തുക വിതരണം സേവർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് കുടുംബ സുരക്ഷാ പദ്ധതി 10 ലക്ഷം രൂപയുടെ സഹായ വിതരണം സ്വാതന്ത്ര്യദിനത്തിൽ. അത്താണി പോപ്പോൾ മേഴ്സി ഹോമിൽ ആവേശാരവം തീർത്ത നടൻ ആസിഫ് അലി. ഭിന്നശേഷിക്കാരായ കുരുന്നുകളോടൊപ്പം ഏറെ നേരം സമയം ചിലവഴിച്ച് താരം. കുട്ടികളുമായി സംവാദം, മധുരപലഹാര വിതരണം നടത്തി. ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് സ്വീകരിച്ചു.